ഹലോ ഹായ് ഓൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് എന്താ പറയുക, ഒരു ബോറിംഗ് ബഡ്ജറ്റ് ഡേ ആയിരുന്നു. സി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു ലോങ് സ്ട്രാഡിൽ ഫോർമേഷൻ നമ്മൾ നേരത്തെ മീൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോസ് ലിമിറ്റ് ചെയ്ത്, അപ്പോഴും നമ്മൾ അവിടെ റിസ്ക് ഫാക്ടറാണ് ഫ്രണ്ടിൽ കണ്ടത്. ബട്ട് ലോങ് സ്ട്രാഡിൽ എല്ലാ എടുത്തവർക്കും സ്ട്രാഡിൽ മീൻസ് അറ്റ് ദ മണിയിൽ ചെയ്യാൻ നമുക്ക് എവേ സ്ട്രൈക്കിലായിരുന്നു കുറച്ച് ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ പറഞ്ഞത്. സോ അപ്പൊ ആ സ്ട്രാറ്റജിയിൽ മിക്കവർക്കും എന്തായാലും ഫെയിൽ ആവാൻ തന്നെ ചാൻസ്. ബട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ലോങ് സ്ട്രാഡിൽ പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ല വൺസ് അത് പ്രോഫിറ്റിലേക്ക് വന്നാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് നമ്മൾ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് അവിടെ ലോസ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്നില്ല. നമുക്ക് നല്ല അപ്പോഴും നമുക്ക് നമുക്ക് നല്ല റിസ്ക് റിവാർഡ് മീൻസ് നല്ല പ്രോഫിറ്റിലേക്ക് വന്നാൽ നമുക്ക് നല്ല പ്രോഫിറ്റും ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ലോസിലേക്ക് പോയാലും മീൻസ് നമ്മളത് ക്യാപിറ്റലില്ല നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. അതല്ലാത്ത നമ്മൾ ഒരു ട്രേഡും കൂടി നമുക്ക് എന്ന് പറഞ്ഞു അത് മാക്സിമം നല്ല രീതിയിൽ നമുക്കത് പ്രോഫിറ്റ് വന്നു. 2+ ആണ്. ഞാൻ ഏകദേശം 2.4% അടുത്ത് അത് പ്രോഫിറ്റ് എടുത്തായിരുന്നു. സോ അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ്. നമ്മളെപ്പോഴും നമ്മൾ അത് അറ്റ് ദ മണിയിൽ മീൻസ് അതും അറ്റ് ദ മണിയിൽ എവേ സ്ട്രൈക്കിൽ തന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ഒരു സ്ട്രാങ്കിളായിരുന്നു. മീൻസ് ഗ്രൂപ്പിൽ വന്നവർക്കൊക്കെ ട്രേഡിങ്ങിൽ ടെലിഗ്രാം ചാനലിൽ വന്നവർക്കൊക്കെ ഓൾറെഡി അതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും അതെടുത്തവർ നല്ല പോസിറ്റീവായിട്ട് തന്നെ അതെടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് നല്ലൊരു ക്ലിയർലി സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി തന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു വയലന്റ് മൂവൊക്കെ തന്നെങ്കിലും ബട്ട് നമ്മുടെ സോണിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഡേ ഹൈയിൽ ഒരു ഫേക്ക് ഔട്ട് ഒക്കെ തന്നു. മൊത്തത്തിൽ ഒരു ബോറിംഗ് ഡേ ആയിരുന്നു ഒരു ഇന്ന് ബഡ്ജറ്റ് ഉണ്ടായത്. ബട്ട് നമുക്ക് ഈസി പ്രോഫിറ്റ് നമ്മുടെ സ്പെഷ്യൽ സ്ട്രാറ്റജിയിൽ ഉണ്ടായി. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം മീൻസ് നിങ്ങളത് കൂടുതൽ നിങ്ങൾക്കത് ഇനി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളത് DM ചെയ്യുക, അതല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇനി നമ്മൾ ഓരോ ആഴ്ചയിൽ നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടി മേ ബി നമുക്കത് ഡിസ്കസ് ചെയ്ത് നോക്കാം. അങ്ങനെയുണ്ടെന്ന് മാക്സിമം അത് ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ നോക്കുക. അതോടൊപ്പം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുമെന്നും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. അതോടൊപ്പം നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ബിഗ് ഇവന്റ് ഒക്കെ അവസാനിച്ചു. ഇനി എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ്, ഓപ്ഷൻ ഇത്രയും നാൾ നമുക്കൊരു OAയിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് കാര്യങ്ങൾ ബിൽഡിംഗ് ഒന്നും ഉണ്ടായില്ല. ബിക്കോസ് നമുക്ക് ഒരു ഈവന്റ് കഴിഞ്ഞാലാണ് ബാക്കി ഇനി നമുക്ക് ബിൽഡിംഗ് ഒക്കെ വരുള്ളൂ. സോ അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും കൂടി കറക്റ്റ് ചെയ്യാം. ആൻഡ് ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഫസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത സ്ട്രാറ്റജീനെ പറയാം. ഓൾറെഡി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമ്മൾ ആ ലെവൽസ് പറഞ്ഞു. നമുക്ക് വിക്സ് കൂടി വെക്കുമ്പോഴാണ് ഈ സ്ട്രാറ്റജി വർക്ക് ആവുള്ളൂ. അത് ഞാൻ എടുത്തു പറയുന്നു. ഇതായിരുന്നു നമ്മൾ സ്ട്രാറ്റജി എല്ലാം ഷെയർ ചെയ്തു. നമുക്ക് രാവിലെ തന്നെ അതിന്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ബ്രേക്ക് ഈവൺ ലെവൽസ് പറഞ്ഞു, ഫണ്ട് എത്ര വേണം എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓൾറെഡി നല്ല രീതിയിൽ പോയി. അതോടൊപ്പം നമുക്ക് ഒരു ഗോദ്രേജ് CPയുടെ ഒരു ഷെയർ ഞാൻ ലാസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു ഒരു നല്ലൊരു ബുള്ളറ്റ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഏകദേശം 14.67% പ്രോഫിറ്റ് ആയി. ഞാനും അത് ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതെങ്ങനെ വരുമെന്ന് നോക്കാം. ദെൻ അതിന്റെ പ്രോഫിറ്റ് എടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2.4% ഒരു മീൻസ് ഇന്ന് രാവിലെ ഷെയർ ചെയ്ത ഇൻട്രാഡേ മീൻസ് ആ സ്പെഷ്യൽ സ്ട്രാറ്റജിയിൽ അതും പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഓവറോൾ ഇന്ന് ഒരു നെഗറ്റീവിലേക്ക് പോയി നമ്മൾ ലോങ് സ്ട്രാഡിലാണ്. ലോങ് സ്ട്രാഡിൽ ഓരോരുത്തർക്ക് പറ്റാവുന്ന റിസ്ക് എടുക്കാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ അതും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ അതാണ് ഇന്ന് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഓൾറെഡി ഷെയർ ചെയ്ത കാര്യങ്ങൾ. നമുക്കിനി ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് ഇന്നൊരു ഫ്ലാറ്റ് കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ
അതിൽ മെയിൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ സോണിന്റെ മേളിൽ, സപ്ലൈ സോൺ കുറച്ച് താഴേക്ക് തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായത്. അപ്പൊ സപ്ലൈ സോണിന്റെ മേളിലും അതോടൊപ്പം നമ്മൾ പറഞ്ഞ 21,700 എന്ന ലെവലിലും ആയിരുന്നു മാക്സിമം നിഫ്റ്റി എന്തായത് ട്രേഡ് ചെയ്തത്. ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് തന്നെ ആയിരുന്നു. വൺസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ നോക്കിയെങ്കിലും ഇവിടെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഒരു ഫേക്ക് ഔട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഫേക്ക് ഔട്ട് വന്നു. സോൺ എപ്പോഴും സപ്പോർട്ട് എടുത്ത് തന്നെ പോവായിരുന്നു. ആൻഡ് ചെറിയ രീതിയിലൊരു സ്ലൈറ്റ്ലി ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ബയസ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഡേ ഹൈ എന്നാണല്ലോ, മീൻസ് ഡേ ലോയും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു 21,700 തന്നത്, 21,700. ദെൻ അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏകദേശം ആ ഒരു ലെവലിലായിരുന്നു നമുക്ക് ഫോം ചെയ്തത്. ഒരു വൺസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, പിന്നെ നേരെ ഡിമാൻഡ് സോൺ പോയി. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് മീൻസ് നമുക്ക് കുറച്ചും കൂടി ഒരു ഹോപ്പ് തരുന്നത്, മീൻസ് നല്ല രീതിയിൽ താഴേക്കോ മേളിലേക്കോ ഒക്കെ പോകും എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ ബേസിൽ തന്നെയാണ് പോയത്. ബട്ട് ഒരു ഹൈ ലോ എടുത്തു. പിന്നെ ഒരു ഡേ ഹൈയുടെ വെച്ചിട്ട് ഒരു ഫേക്ക് ഔട്ട്, ഇവിടെയും കാണാം ഡേ ഹൈയിൽ ഒരു ഫേക്ക് ഔട്ട് വന്നു. ഡേ ഹൈ ഫേക്ക് ഔട്ട് വന്നിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്ക് താഴേക്ക് വന്നു. ബട്ട് നമുക്ക് 46 എന്നുള്ള സ്ട്രാഡിൽ ഫോർമേഷനിൽ ബാങ്ക് നിഫ്റ്റി നിന്നു. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് 46ന്റെ സ്ട്രാഡിൽ ഫോർമേഷൻ ബാങ്ക് നിഫ്റ്റിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഡിമാൻഡ് സോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺസ് ഡിമാൻഡ് സോണിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ കണ്ടത്. ബാങ്ക് നിഫ്റ്റി ഡിമാൻഡ് സോണിൽ നിന്നാണ് അത് റിവേഴ്സ് ആയത്. ഡിമാൻഡ് സോണിൽ നിന്ന് റിവേഴ്സ് ആയി, പിന്നെ ഡിമാൻഡ് സോണിൽ വിക്കാണ് വരുന്നത്. ആ ഡിമാൻഡ് സോണിൽ വിക്ക് വന്നിട്ടാണ് ഡിമാൻഡ് സോണിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി എന്താക്കുന്നത്, ബാക്കിലേക്ക് ശരിക്കും നല്ല രീതിയിലേക്ക് പവർ എടുത്ത് പോണത്. അപ്പോൾ ഡിമാൻഡ് സോണിന്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിമാൻഡ് സോണൊക്കെ നമ്മൾ രാവിലെ തന്നെ ടെലിഗ്രാം ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഓക്കെ. നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ലെവൽ OA അനാലിസിസിൽ നോക്കാം. ഇൻട്രാഡേ നോക്കുന്നില്ല. സ്ട്രാഡേയിലെറ്റ് 21,700 സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ബട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു പുട്ട് ബിൽഡിംഗ് ഒക്കെ കാണാം. അതോടൊപ്പം കോൾ ബിൽഡിംഗും പല സ്ഥലത്തും ഉണ്ട്. ഇനി 21,700 സ്ട്രാഡിൽ ആൻഡ് 21,800 ആൻഡ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട്, ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബിക്കോസ് നാളെ നമുക്ക് ഫസ്റ്റ് ഡേ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. മാക്സിമം റെസിസ്റ്റൻസ് 22,000 അപ്പോൾ 21,800 ഒരു സ്ട്രാഡിൽ പോലെ ഒരു മീൻസ് പുട്ട് ബിൽഡിംഗ് വരുന്നുണ്ട്. മേ ബി നമുക്ക് നല്ലൊരു പോസിറ്റീവ് ബയാസിലേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. മീൻസ് നിഫ്റ്റി ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോകണമെങ്കിൽ മാക്സിമം 22,000 എത്താനുള്ള ചാൻസസ് അധികമാണ്. ബിക്കോസ് അവിടെ നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ 21,700 എന്നുള്ളത് നമുക്ക് സ്ട്രാഡിലാക്കി. ആൻഡ് 22,000 നമുക്ക് റെസിസ്റ്റൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. ആൻഡ് 21,800 ചെറിയ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ചെറിയ രീതിയിൽ മീൻസ് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവിടെ പുട്ട് ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ഒരു റെഡിഷ് കൊടുക്കാം, സ്ലൈറ്റ് റെഡ് ആണ്. മീൻസ് അവിടെ ഒരു പുട്ട് ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു വീണ്ടും ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ മേളിലേക്ക് മാറാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 22,000 മിക്കവാറും അടുക്കാനുള്ള ഒരു ചാൻസ് നിഫ്റ്റി തരുന്നുണ്ട്. ഒരു പോസിറ്റീവ് ബയാസ് ആണ് നിഫ്റ്റി നിൽക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ വീക്ക്ലി നോക്കിയാൽ 46 നല്ല രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് കോൾ അൺമൈൻഡിങ് ആവുന്നതും കാണാം. പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,500 ആണ്. ആൻഡ് ഈക്വലി ബട്ട് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോളോ പുട്ടോ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കൊരു പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ. ബട്ട് ഇവിടെ എന്താ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്ക് നല്ല കോളുള്ള സ്ഥലത്ത് പുട്ട് ബിൽഡിംഗ് വരുന്നു. ഇവിടെ നമുക്ക് പുട്ട് കുറവാണ്, അവിടെയും ഒരു കോൾ ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു 46ന്റെ മേളിലേക്ക് നമുക്ക് രീതിയിൽ മീൻസ് 42,200 സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടൊക്കെ നല്ല രീതിയിൽ വന്നാൽ നമുക്ക് പോസിറ്റീവ് ബയാസ് ആണ്. ബിക്കോസ് നമുക്ക് ഒരു 46,500 പ്ലസ് പോകാനൊക്കെയുള്ള ഒരു ചാൻസ് ബാങ്ക് നിഫ്റ്റിയും തരുന്നുണ്ട്. അപ്പോൾ 46 സ്ട്രാഡിൽ ഫോർമേഷൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 46,500 ആണ് നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട്, ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ഉണ്ട്. പുട്ട് ബിൽഡിംഗ് ഓവർ മീൻസ് നല്ല രീതിയിൽ വന്ന് നമുക്ക് നാളെ നോക്കിയിട്ട് നമുക്ക് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇനീഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 45,000 ആണ്. ആൻഡ് 46 ഇപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രാഡിൽ മാറിയിട്ട് ഒരു ഗ്രീനിഷ് ആയിട്ടുണ്ട്. സോ 45,500 തന്നെ ഒരു സപ്പോർട്ട് എടുക്കാം. ബട്ട് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള കോള് കാണുന്നില്ല, മീൻസ് പുട്ട് കാണുന്നില്ല. ബട്ട് എന്തായിരുന്നാലും കുറച്ചും കൂടി ഒരു
ഒരു എന്താ പറയുക, ഒരു ഇനീഷ്യൽ സപ്പോർട്ട് 45,500 എടുക്കും എന്ന് തന്നെ വിചാരിക്കാം. സോ അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ഓവറോൾ ഒരു ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു നാളത്തേക്കുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബയാസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിത്ത് ഒരു കോൾ OI ആൻഡ് പുട്ട് OI കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് ഫോം ചെയ്ത് വരുന്നു. സോ അത് നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ബയാസ് ആണ്. ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. അവൈലബിൾ ആണ് നോക്കിയിട്ടില്ല. ഓക്കെ, അവൈലബിൾ ആണ്. ഇന്നലെ നമുക്ക് എല്ലാ നല്ല രീതിയിലുള്ള ബുള്ളിഷ് വന്നു നമുക്ക്. ബട്ട് നമുക്ക് സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ക്ലയന്റ് ഒക്കെ ആയിരുന്നു സ്ട്രോങ് ബിയറിഷ് ഉണ്ടായത്. ഓവറോൾ നമുക്ക് സൈഡ് വേസ് ആയിരുന്നു. ഇനി FIS നല്ല രീതിയിലുള്ള ബുള്ളിഷിലേക്ക് മീൻസ് മീഡിയം ബുള്ളിഷ് ആൻഡ് മീഡിയം ബോത്ത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ മീഡിയം ബുള്ളിഷ് വന്നിട്ടുണ്ട്, മൈൽഡ് ബുള്ളിഷ് ഒക്കെ. പ്രോ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്, ക്ലയന്റ് ഒരു മിക്സ്ഡ് ആണ്. സോ ഓവറോൾ നമുക്ക് പ്രോ FI ഒരു മിക്സഡ് വ്യൂസ് ആണ് നമുക്ക് എന്താ പറയുക അവരുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സിൽ തരുന്നത്. ദെൻ ഇനി നമുക്ക് ഒരു ഡെയിലി ബൈ ആൻഡ് സെല്ലിൽ നോക്കുമ്പോൾ, ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ ബുള്ളിഷ് ബയാസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. FI കോൾ ചേഞ്ച് വരുന്നത് 1.23 ലാക്കിലേക്ക് വരുന്നുണ്ട്. അത് നല്ല സൈനാണ്. മീൻസ് ആൻഡ് പുട്ട് ചേഞ്ചും 1.05 ലാക്ക്. സോ അതും നമുക്കൊരു ബുള്ളിഷ് സൈനായിട്ട് കൂട്ടാം. ഇവിടെ നമുക്ക് കുറച്ചൊരു FISന്റെ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ നമുക്ക് 21,600 ഒരു ഓൾമോസ്റ്റ് 7,000 ഒരു FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ ബിൽഡിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അതും പോസിറ്റീവ് ആണ്. ദെൻ ഇനി നമുക്ക് FI OI ഇൻഡെക്സ് ഓപ്ഷൻസിന്റെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. ബട്ട് FISന്റെ ഒരു കോള് വന്ന് -69 പുട്ട് വന്നേക്കുന്നത് അവിടെ ചെറിയ രീതിയിലൊരു ബിയറിഷ് ഉണ്ട്. ബട്ട് എന്തായാലും നമുക്ക് അത് വലിയൊരു പ്രശ്നമാവില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് FI OIയിൽ ഇപ്പോഴും നമുക്ക് ബുള്ളിഷ് ആയിട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്കൊരു ബുള്ളിഷ് ബയാസിലേക്ക് വന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. ബട്ട് നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ബുള്ളിഷ്, ഓപ്ഷൻസിൽ കുറച്ച് ബുള്ളിഷ് ആയിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷിലേക്ക് ഫ്യൂച്ചേഴ്സ് വന്നിട്ടില്ല. മേ ബി ഒരു ഫ്യൂച്ചേഴ്സ് സ്റ്റിൽ ട്രേഡിങ് ഒരു ലോവർ ലെവലിലായിരിക്കും. ബിക്കോസ് ഓൾറെഡി ഫ്യൂച്ചേഴ്സ് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു ഹയർ ലെവൽസിലാണ് ഈ ഇത് നിൽക്കുന്നത്. സോ അതുകൊണ്ടായിരിക്കണം ഫ്യൂച്ചേഴ്സ് നമുക്ക് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉള്ളൂ. ബട്ട് നമുക്ക് ഇൻഡെക്സ് ഇത് നമ്മുടെ ഇൻഡൈസസ് കുറച്ചും കൂടി ഒരു മൂവ് തരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നോക്കുമ്പോൾ FISന്റെ ഒരു 1,880 സെല്ലുള്ളൂ. 1,800 crore ആണ് FIS സെല്ല് ചെയ്തേക്കണേ. 870 crore DAS ബൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റേബിൾ മാർക്കറ്റിനെ അത് സൂചിപ്പിക്കുന്നു. ഒരു ബൈ ഈക്വലി ബൈ ആൻഡ് സെല്ലായിരുന്നു. ഇന്നലെ രണ്ടുപേരും ബൈ ആയിരുന്നു, ഇന്ന് ഒരാൾ ബൈ, മീൻസ് FIS സെല്ലും DAS ബൈ ആണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇന്ന് വലിയ രീതിയിലൊന്നും ബിഹേവ് ചെയ്തില്ല. സോ ഇനി നമുക്ക് നാളെ മുതലായിരിക്കും നമുക്കൊരു നല്ലൊരു എന്താ പറയുക, നമുക്കൊരു വ്യൂ കിട്ടും. മീൻസ് ഒരു ഡിസിഷൻ ഇതാക്കാൻ പറ്റുന്ന. അതോടൊപ്പം ഇന്ന് വിക്സ് 9% ഇടിയാണ് ചെയ്തത്. ബിക്കോസ് വിക്സ് കീപ്പ് ഓൺ ഫാളിങ് ആയിരുന്നു. അത് തന്നെ മാർക്കറ്റ് സ്റ്റേബിൾ ആവും എന്നുള്ള ഒരു സൂചന അവിടെ നമുക്ക് തന്നു. സോ അതും നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. അപ്പോൾ മാർക്കറ്റ് ഇനി പയ്യെ നമ്മുടെ ആ ഒരു ബാക്ക് ടു 21, 22 ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു 46+ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് നല്ലൊരു സ്റ്റേ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിവേ, അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ്, മീൻസ് നാളത്തേക്കുള്ള അനാലിസിസ് നോക്കേണ്ടത്. 21,800+ ക്ലോസിംഗ് ഉള്ള നിഫ്റ്റി ഓൾറെഡി നമുക്ക് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആവാൻ തന്നെ മാക്സിമം ചാൻസ്. സോ 21,800 മേളിൽ ക്ലോസിംഗ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നിഫ്റ്റി 22 ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും. അഗെയിൻ 22+ നമുക്ക് ഓൾ ടൈം ഹൈയും കൂടി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ അവിടെ ഉണ്ട്. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും നിങ്ങൾ മീൻസ് സെറ്റ് ചെയ്യാൻ നോക്കുക. അതല്ല എങ്കിൽ നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന സ്ട്രാറ്റജീസും ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. And thanks for watching this video.